നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിഗൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഓരോ ദിവസവും ഓരോ എക്സ്പയറിയാണ് ഇപ്പോൾ ഉള്ളത്. ട്രേഡേഴ്സ് വളരെ പ്ലാൻ ചെയ്ത് ട്രേഡ് ഒരു ബിസിനസ്സായിട്ട് പരിഗണിച്ച് ട്രേഡിങ്ങിനെ പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലൊരു സമയം തന്നെയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ആ തരത്തിൽ എക്സ്പയറീസിനെല്ലാം തന്നെ ഓരോ ദിവസത്തിലേക്ക് NSE മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സാണ് കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിഫ്റ്റി വ്യാഴാഴ്ച ദിവസമാണ് എക്സ്പയറി, ബുധനാഴ്ച ദിവസമാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. അത്തരത്തിൽ തിങ്കളാഴ്ച ദിവസം എക്സ്പയറി ഉള്ള ഇൻഡെക്സാണ് ബാങ്കെക്സ്. ആദ്യമായിട്ട് എന്താണ് ബാങ്കെക്സ് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. 2 എക്സ്ചേഞ്ചാണ് നമുക്കുള്ളത്. NSE എന്ന് പറയുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറയുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സാണ് ബാങ്കെക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി പോലെ ഉള്ളത്, അതുപോലെ തന്നെയാണ് സെൻസെക്സിൽ ബാങ്കെക്സ് ഉള്ളത്. എന്നാൽ ഈ സെൻസെക്സിലുള്ള ബാങ്കിങ് കമ്പനികൾ നമ്മൾ അറിയാത്ത കമ്പനികളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കമ്പനികളോ ഒന്നുമല്ല. നിഫ്റ്റിയിലുള്ള അതല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലുള്ള അതേ കമ്പനീസ് തന്നെയാണ് ബാങ്കെക്സിലുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ബാങ്കെക്സിലുള്ള കമ്പനികളെ പരിചയപ്പെടാം. കൂടാതെ തന്നെ ഇവരുടെ വെയിറ്റേജും നമുക്ക് നോക്കാം. ബാങ്കെക്സിലുള്ള പ്രധാന കമ്പനീസിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് HDFC ബാങ്കാണ്. ഏകദേശം 32% HDFC ബാങ്കിന് ബാങ്കെക്സിലുള്ള വെയിറ്റേജ്. ICICI ബാങ്കാണ് മറ്റൊരു പ്രധാന കമ്പനി, 20% വെയിറ്റേജ്. SBI 16% വെയിറ്റേജ്. കൊട്ടാക് ബാങ്കിന് 10% വെയിറ്റേജ്. ആക്സിസ് ബാങ്കിന് 10%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 3.5%, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ കുറച്ച് അധികം സ്റ്റോക്കുകളിൽ താഴേക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനികളെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ബാങ്കെക്സിൻ്റെ ചാർട്ടാണ്. ബാങ്കെക്സിൻ്റെ ചാർട്ടിന് ഒരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ട് ബാങ്കെക്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ NSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ BSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ആക്ടിവേഷൻ ചെയ്യണം. ഇനി ബാങ്കെക്സിൻ്റെ ചാർട്ട് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ട്രേഡിംഗ് വ്യൂവിലാണ് ചാർട്ടുകൾ നോക്കുന്നത്. അത്തരത്തിൽ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബാങ്കെക്സിന് ഒരു D എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്കെക്സിൽ വരുന്ന വാല്യൂസിന് ചെറിയൊരു ഡിലേ ഉണ്ടാവും ട്രേഡിംഗ് വ്യൂവിൽ. അതുകൊണ്ട് തന്നെ ബാങ്കെക്സിൻ്റെ സ്പോട്ട് ഇപ്പോൾ നിൽക്കുന്നത് 52,303 എന്ന് പറയുന്ന സ്പോട്ടിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 കാര്യം ചെയ്യാം. ഒന്നില്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റീനെ ഫോക്കസ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ബാങ്കെക്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന സെറോദിയോ അപ്സ്റ്റോക്കിലോ പോലെയുള്ള ബ്രോക്കറിൽ ആ ഒരു സ്ക്രിപ്റ്റിനെ ആഡ് ചെയ്തതിന് ശേഷം അതിൽ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ബാങ്കെക്സിൻ്റെ എക്സ്പയറി അത് തിങ്കളാഴ്ച ദിവസമാണ്. ഇതിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 15 ഇതിൻ്റെ ലോട്ട് സൈസ്. ഈ ബാങ്കെക്സിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റി ബാങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു ബാങ്കെക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും തിങ്കളാഴ്ച നമുക്ക് ബാങ്കെക്സിൽ ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളിൽ ഉണ്ട്. ചൊവ്വാഴ്ച ദിവസം ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി, ഫിനാൻഷ്യൽ നിഫ്റ്റിയിലും ഈ പറഞ്ഞ HDFC ബാങ്ക് വരുന്നുണ്ട്. ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ നിഫ്റ്റി ഉള്ളത്, വെള്ളിയാഴ്ച ദിവസമാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ഉള്ളത്. എന്താണ് സെൻസെക്സ്? എങ്ങനെയാണോ നിഫ്റ്റി 50 ഉള്ളത്, NSEയിലെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടോപ്പായിട്ടുള്ള 50 കമ്പനികളുടെ സൂചിക എങ്ങനെയാണോ നിഫ്റ്റി ഉള്ളത്, അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പായിട്ടുള്ള 30 കമ്പനികളുടെ സൂചികയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സിൻ്റെ എക്സ്പയറി വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇപ്പോൾ നമുക്ക് 5 ദിവസം ഉള്ള എക്സ്പയറി ഉള്ള നമ്മുടെ സ്ക്രിപ്റ്റിനെ പരിചയപ്പെട്ടു. ഇതിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ടും ബാങ്കെക്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം. താങ്ക് യു ബൈ ഓൾ.